അച്ഛാ. ആ എന്തുമാത്രം ഒച്ചയും ബഹളവും ഉണ്ടായിരുന്ന വീടായിരുന്നു ഇത്. ഇപ്പോ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ നോക്കണം. അതെ, വിവാഹം ഇവിടെ വെച്ച് തന്നെ ആവാം, അല്ലേ മോളെ? ഇനി ഒരു കല്യാണ മണ്ഡപവും ആൾക്കാരും ഒന്നും വേണ്ട. ഒരു കൊച്ചു കല്യാണം. ദിലീപിന്റെ അളിയന്മാർ സമ്മതിക്കില്ല. സാരമില്ല, അവരുടെ ആൾക്കാരെ കൊണ്ടുവന്നോട്ടെ. നമുക്ക് കുറച്ച് പേര് മതി. കൃഷ്ണനും മീനാക്ഷിയും പിന്നെ ഭാസ്കരപിള്ളയും കുടുംബവും മതി. അത്രയും പേര് മതി. സാർ, ആഹാ വാ. നിങ്ങൾ ഊണ് കഴിച്ചോ? ആ, അത് വേണ്ടിയിരുന്നില്ല. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ളപ്പോ. സാരമില്ലടോ, ഇനി ഒരിക്കലാകാമല്ലോ. അല്ല, ഞങ്ങൾ വന്നത് എങ്ങനെ അറിഞ്ഞു? താരയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കാത്തിരിക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും വന്നില്ലെങ്കിൽ ഈ വീട് ഞങ്ങളെ മറന്നുപോയാലോ? നിങ്ങളാരും മറക്കില്ല സാർ. ഓർമ്മിക്കാൻ മാത്രമേ കഴിയൂ. എത്രയും വേഗം നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. വരണം. എങ്ങനെയുണ്ട് താര ജീവിതമൊക്കെ? കുഴപ്പമില്ല സുമിത്രേച്ചി. എന്നെ പോലൊരു മഹാമനസ്കരായ ഭർത്താവിനെ കിട്ടിയിട്ടും അവള് പറയുന്നത് കേട്ടില്ല സുമിത്രേ, കുഴപ്പമില്ലെന്ന്. പിന്നെ കുഴപ്പമുണ്ടെന്ന് പറയണോ? എങ്കിൽ ശരി, കുഴപ്പമുണ്ട് സുമിത്രേച്ചി. അതല്ല പ്രേം ഉദ്ദേശിച്ചത്. ഉജ്ജ്വലം, സ്വർഗീയം എന്നൊക്കെ വാക്കുകളില്ലേ മലയാളത്തില്? നിനക്ക് അങ്ങനെ പറഞ്ഞുകൂടെ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞാ അത് കള്ളമായിരിക്കും. ആ, അമ്മായിയമ്മ പോരിന്റെ പശ്ചാത്തലത്തിലാ സാർ ഈ ഡയലോഗ്. അത് തന്നെ. അത് ലോകത്തിൽ എവിടെയും ഉണ്ട് താരേ. അതില്ലെങ്കിൽ ലോകത്തിന് സാരമായിട്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. താരെ, നീ ഇരിക്ക. എന്താ നീയും ദാക്ഷായണിയന്റെയും തമ്മിൽ വല്ല? ക്ഷമിക്കാവുന്ന എന്റെ പരമാവധി ക്ഷമിക്കുന്നുണ്ട് സുമിത്രേച്ചി. അതിലപ്പുറം ആയാലോ? തെറ്റ് മാത്രം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാ നമ്മൾ എന്താ ചെയ്യാ? കഴിവതും നമ്മൾ ഒതുങ്ങിപ്പോകുന്നതാ നല്ലത്. സുമിത്രേച്ചിക്ക് അവരുടെ ഡയലോഗിന്റെ രീതി ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒരു ചോദ്യത്തിന് 100 മോനെ ഉണ്ടാവും. ബാബോട്ടൻ ജയിലിൽ നിന്ന് വരുമ്പോഴാ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ടെങ്ങാനും വന്നാ ആ സ്ത്രീ ഭൂകമ്പം ഉണ്ടാക്കും. അങ്ങനെ ഒരു സംശയം ആന്റിക്കുണ്ടെങ്കിൽ കുറച്ചു നാളത്തേക്കെങ്കിലും നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരും. എന്റെ മനസ്സിൽ കരടില്ല. പിന്നെ ഞാനതന്നെ ചൂളുന്നത്. പ്രേമേട്ടന് എന്റെ മനസ്സറിയാം. ഒരിക്കലും പ്രേമേട്ടൻ എന്നെ സംശയിക്കൂല്ല. നല്ല കാര്യമാ. പക്ഷേ എന്നും ഒരുപോലെ ആവില്ല മനുഷ്യന്റെ മനസ്സ്. ഒരു കള്ളം 1000 തവണ പറഞ്ഞാൽ ചിലപ്പോൾ സത്യമാണെന്ന് തോന്നും. സംശയത്തിന്റെ കാര്യവും അതുപോലെയാ.
നമ്മളായിട്ട് അതിന് വഴിമരുന്നിടരുത് കുട്ടി. അനുഭവത്തിന്റെ വാക്കുകളാ സുമിത്രേച്ചി പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രേമേട്ടൻ എന്നെ സംശയിച്ച പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഏയ്, എവിടം വരെ എത്തി നിന്റെ ആലോചന? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല, മനസ്സിലായോ? നാളെയല്ലേ സാർ കേസിന്റെ വിചാരണ? ആ, കോടതിയിൽ അയാൾ വാക്ക് പാലിക്കുമല്ലോ അല്ലേ? അതാണ് പ്രതീക്ഷ. ആ കടമ്പ കൂടെ കടന്നു കിട്ടിയ സുമിത്രയുടെ ഭാവി ജീവിതം സുരക്ഷിതമാവും. എത്രയോ നാളത്തെ ഭാരമാണ് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. അതേ പ്രേം, ആ ഒരു മുഹൂർത്തത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സഹായം ചെയ്യാൻ അയാൾ തയ്യാറായാൽ മതിയായിരുന്നു. ദിലീപ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തില. വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിവാഹം നടത്താം. എല്ലാം മനസ്സിൽ കാണുന്ന പോലെ നടന്നിരുന്നെങ്കിൽ. നടക്കും സാർ, വിഷമിക്കായിരിക്കും. ദിലീപ് സുമിത്രയുടെ കഴുത്തിൽ താലി കെട്ടി അവർ സുഖമായി ജീവിക്കുന്നത് കണ്ടാലേ എൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവൂ. നാളെ കോടതി മുറിയിൽ ഞാനും പ്രസാദേട്ടന് മുഖാമുഖം കാണുമ്പോ അതോർക്കുമ്പോ തന്നെ സുമിത്രേച്ചി, സ്നേഹിച്ചവരെ പിരിയുമ്പോഴല്ലേ മനസ്സ് വേദനിക്കേണ്ടു. സുമിത്രേച്ചിയുടെ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും ഒരല്പ സ്നേഹമെങ്കിലും പ്രസാദേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? എന്ന് ചേച്ചിയെ ഇൻസൾട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അവഗണിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ താരെ, ഒരു വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചതാ. ഞാൻ പ്രസാദേട്ടന്റെ ഭാര്യയായിരുന്നു. ആയിരുന്നു, അതാണ് ശരി. ഇപ്പോഴോ കോടതി വിധി വരും മുമ്പ് തന്നെ നിങ്ങൾ 2 ജീവിതങ്ങളായി കഴിഞ്ഞില്ലേ? തെറ്റാരുടേതാ? ആ മനുഷ്യൻ്റേത്. ആ മനുഷ്യൻ്റേത് മാത്രം. സുമിത്രേച്ചി ആയതുകൊണ്ട് ഒരു വർഷമെങ്കിലും എല്ലാ വേദനകളും സഹിച്ച് ഒതുങ്ങിക്കൂടി. ഞാനായിരുന്നെങ്കിൽ അപമാനത്തിന്റെ ആദ്യ നിമിഷം തന്നെ താലി വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമായിരുന്നു. ശരിയാണ്, എന്നെ അവഗണിച്ചിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രസാദേട്ടൻ ഇപ്പൊ വളരെ മാറിയിരിക്കുന്നു താരെ. പുതിയ ജീവിതത്തിന് മംഗളാശംസകൾ നേർന്നിട്ടാ പ്രസാദേട്ടൻ അന്ന് പോയത്. കോടതിയിൽ എനിക്ക് അനുകൂലമായി മാത്രമേ മൊഴി നൽകൂ എന്ന് വാക്കും തന്നിട്ടുണ്ട്. പ്രേമേട്ടനോടും ഇങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു മഹത്വമായിട്ടൊന്നും കാണണ്ട. ഗതികേട് കൊണ്ട് സമ്മതിച്ചു പോയതാ. നോക്കൂ സുമിത്രേച്ചി, പലപ്പോഴും എന്നെ ഉപദേശിച്ചിട്ടുള്ള ആളാ സുമിത്രേച്ചി. ഇപ്പൊ ഞാൻ അങ്ങോട്ടൊരു ഉപദേശം തരിക. നല്ല കാലം വരുമ്പോ വിഷമിച്ച് നിൽക്കാൻ പാടില്ല. സുമിത്രേച്ചി ജീവനാ ദിലീപേട്ടന്. ഞങ്ങൾക്കത് നേരിട്ടറിയാം. ഇന്നുവരെ കിട്ടാതെ പോയ സ്നേഹം അത്രയും ദിലീപേട്ടനിന്ന് ചേച്ചിക്ക് കിട്ടും. അതുകൊണ്ട് ആ മനസ്സ് നോവാൻ ഇടവരരുത്. അത്രയ്ക്ക് പ്രതീക്ഷയല്ല ദിലീപേട്ടൻ. ഹലോ, ഞാനാ പ്രേം, ദിലീപ്. മനസ്സിലായി മാഷേ. ഞാനിവിടെ ശങ്കർജി സാറിൻ്റെ വീട്ടിലാ. വീടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുടുംബ വീട്ടിലാ. സാറും സുമിത്രയും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ശരി. എപ്പോ? ദാ ഇത്തിരി മുമ്പ്. ഞാൻ ഫോൺ സാറിന് കൊടുക്കാം. ദിലീപ സാർ. ഹലോ ദിലീപ്. സർ, ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. പിന്നെ നാളെയാണല്ലോ കേസ്. അതെ, ഞങ്ങളതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു. സുമിത്ര എന്ത് പറയുന്നു സർ? ടെൻഷനിലാവും അല്ലേ? ആ, കുറച്ച്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അത് സ്വാഭാവികമാണല്ലോ. സർ, ഫോൺ സുമിത്രയ്ക്കൊന്ന് കൊടുക്കാവോ? അവള്
അകത്താണ്, വിളിക്കാം. സുമിത്രേ, മോളെ. ആ എന്താ അച്ഛാ? നിനക്കൊരു ഫോണുണ്ട്. ദിലീപാ. ഹലോ. സുമിത്രേ, എന്താ? ടെൻഷനിലാണോ? അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. നാളെ എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നടക്കും. പ്രസാദ് എനിക്ക് വാക്ക് തന്നാ അയാൾ തെറ്റിക്കില്ല. അഥവാ വാക്ക് മാറിയാലും പ്രശ്നമില്ല. കേസ് കുറെ നീണ്ടുപോകുന്നല്ലേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ ഇരിക്കൂ. ഓക്കെ? ശരി. നാളെ അല്ലേടാ സുമിത്രയുടെ കേസ്? അതെ. ഇതോടെ കേസിന്റെ വിധിയാകൂ? അത് പ്രസാദിന് നിലപാട് പോലിരിക്കും. എന്നുവെച്ചാ? വിവാഹബന്ധം വേർപെടുത്താൻ പ്രസാദിന് താല്പര്യമില്ലെങ്കിൽ കേസ് നീണ്ടുപോകും. അയാളങ്ങനെ സമ്മതിക്കാതിരിക്കൂ? ഒരിക്കലും എതിരെ നിൽക്കില്ലെന്നാണ് പ്രസാദ് എനിക്ക് തന്ന വാക്ക്. നിനക്ക് തന്ന വാക്കോ? എപ്പോ? എനിക്കല്ല, ശങ്കർജി സാറിന് കൊടുത്ത വാക്ക്. വളരെ വിശ്വസിക്കാവുന്ന രീതിയിലാണ് സാറിനോട് പറഞ്ഞതെന്ന് അറിഞ്ഞത്. ആര് പറഞ്ഞു? പ്രേം. എന്തോ എനിക്കൊന്നും അറിയില്ലേ. ഒരു വല്ലാത്ത ദുരിതം പിടിച്ച് ഏർപ്പാടായി പോയല്ലോ. വേണ്ടെങ്കി വേണ്ട, വേണമെങ്കിൽ വേണം. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയാൽ ആർക്കെന്ത് ഗുണം? എന്തായാലും ഇത്രയും കഷ്ടപ്പെടുത്തി ഒരുത്തന്റെ കൂടെ സാമാന്യ ബുദ്ധിയുള്ള ഒരു പെണ്ണും ഇനി ജീവിക്കാൻ പോവില്ല. അയാൾക്കും അത് ബോധ്യമുള്ളതാണല്ലോ. അപ്പോ പിന്നെ മാന്യമായിട്ടങ്ങ് ഒഴിഞ്ഞു കൊടുത്തൂടെ? അങ്ങനെ തന്നെ സംഭവിക്കും അമ്മേ. എന്നാലും കാത്തിരുന്ന് ഒടുവിൽ നീ കണ്ടുപിടിച്ച ഒരു ബന്ധം വല്ലാത്ത വിധി തന്നെ ദിലീപേ നിന്റേത്. നിനക്ക് ചിരി, എന്റെ ഉള്ളിൽ ആദിയാ. ഇതെങ്ങനെയൊക്കെ വരുവോ ആവോ? നന്നായി തന്നെ വരും. ശുഭപര്യവസായിയായി എന്നമ്മ കേട്ടിട്ടില്ലേ? അത് തന്നെ.